എലികൾക്ക് മാത്രമായിട്ടുള്ള ക്ഷേത്രം. രാജസ്ഥാനിലെ ബിക്കാനാറിലുള്ള കർണിമാത ടെമ്പിളിലാണ് ഞാനുള്ളത്. രാജസ്ഥാനിലെ ബിക്കാനാറിൽ സ്ഥിതി ചെയ്യുന്ന കർണിമാത ക്ഷേത്രം എലികളുടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ പുണ്യക്ഷേത്രം എലികൾക്ക് പ്രശസ്തമാണ്. ബിക്കാനാറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ദേശ്നോക് പ്രദേശത്താണ് കർണിമാത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുർഗാദേവിയുടെ അവതാരമാണ് കർണിമാത എന്നാണ് വിശ്വാസം. 20,000-ലധികം എലികൾ ഇവിടെയുണ്ട്. പാലും പഴവുമാണ് ഭക്ഷണം. കൂടുതലും കറുത്ത എലികളെയാണ് കാണാൻ സാധിക്കുക. ക്ഷേത്രത്തിന്റെ മുക്കിലും മൂലയിലും വരെ എലികളുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ രജപുത്ര രാജാക്കന്മാരാണ് കർണിമാത ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ജോധ്പൂരും ബിക്കാനീറും ഭരിച്ചിരുന്ന റാത്തോഡ് രാജാക്കന്മാർ കർണിമാതാവിനെ ആരാധിച്ചിരുന്നു. ബിക്കാനീർ രാജകുടുംബത്തിന്റെ കുടുംബദേവതയായി കർണിമാതാവിനെ കണക്കാക്കുന്നു. കർണിമാതായുടെ മകനായ ലക്ഷ്മൺ ഒരിക്കൽ കപിൽ സരോവറിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനിടയിൽ അതിൽ വീഴുകയും മരണപ്പെടുകയും ചെയ്തു. ദുഃഖിതയായ കർണിമാത യമദേവനോട് മകന്റെ ജീവൻ തിരികെ നൽകണമെന്ന് പറഞ്ഞു. ആദ്യം അപേക്ഷ നിരസിച്ചെങ്കിലും ലക്ഷ്മണനെ മാത്രമല്ല കർണിമാതായുടെ എല്ലാ ആൺമക്കളും മരണശേഷം ഇവിടെ എലികളായി അവതാരമെടുക്കുമെന്ന് യമദേവൻ പറഞ്ഞു. ഇതിനുശേഷമാണ് ഇവിടെ എലികളെ ആരാധിച്ചു തുടങ്ങിയത്. ക്ഷേത്രത്തിൽ കാണുന്ന വെളുത്ത എലികൾ കർണിമാതായുടെ പുത്രന്മാരാണെന്നാണ് വിശ്വാസം. കയ്യബദ്ധം മൂലം ക്ഷേത്രത്തിലെ എലികളെ കൊന്നാൽ പകരം സ്വർണത്തിലുള്ള എലികളെ സമർപ്പിക്കണമെന്നാണ് പറയപ്പെടുന്നത്.